നമസ്കാരം. വീട്ടിൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാൻ വാസ്തുപ്രകാരം പല ചെടികൾ വയ്ക്കാറുണ്ട്. എന്നാൽ വാസ്തുവിദ്യകൾ അനുസരിച്ച് സസ്യങ്ങൾ പ്രത്യേക രീതിയിൽ വേണം വളർത്താൻ, ഇല്ലെങ്കിൽ ദോഷകരമാകും. വാസ്തു എന്നത് നാം പലരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. വാസ്തുശാസ്ത്രം എന്ന് ഒന്നു തന്നെയുണ്ട്. വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാൻ വാസ്തുപ്രകാരം ചെയ്യേണ്ട പല വിദ്യകളുമുണ്ട്. വാസ്തുപ്രകാരം ചില പ്രത്യേക സസ്യങ്ങൾ, മരങ്ങൾ വീട്ടിൽ പ്രത്യേക രീതിയിൽ വേണം വളർത്താൻ. അതിൻ്റെ ഗുണവും അല്ലാത്ത പക്ഷം ദോഷവും ഉണ്ടാകും. ഏതെല്ലാം സസ്യങ്ങളാണ്, അവ എങ്ങനെയാണ് വീട്ടിൽ വളർത്തേണ്ടതെന്നും അറിയാം. കറിവേപ്പിലയും പലരുടെയും വീട്ടിലുണ്ടാകുന്ന ഒന്നാണ്. ഇത് പ്രധാന വാതിലിന് നേരെ വയ്ക്കരുത്. ഇത് ദോഷം വരുത്തും. നെഗറ്റീവ് ഊർജത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും. കലഹങ്ങളുണ്ടാകും, സമാധാനക്കേടുണ്ടാകും, ഐശ്വര്യക്കേടുമുണ്ടാകും. എന്നാൽ അതിർത്തി തിരിച്ചതിന് ശേഷം ഇത് വളർത്തുന്നത് ഏറെ ശുഭകരമാകും. പടിഞ്ഞാറ് ദിശയിൽ അതിർത്തി തിരിച്ചതിന് ശേഷം ഇത് വളർത്തുന്നത് നല്ലതാണ്. കറ്റാർവാഴ ഈ ദിശയിൽ വെച്ചാൽ സർവൈശ്വര്യം ഫലം. അടുത്തത് മുളകുചെടി. മുളക് നാം വീട്ടിൽ നട്ടുവളർത്തുന്ന ഒന്നാണ്. വീടിനോട് ചേർത്ത് മുളക് വളർത്തുന്നത് കലഹവും രോഗദുരിതങ്ങളും വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നമുണ്ടാകാം. എന്നാൽ തെക്ക് കിഴക്ക് ദിശയിൽ ഇത് വളർത്തുന്നത് നല്ലതാണ്. ഇത് ദോഷങ്ങൾ നൽകില്ലെന്ന് മാത്രമല്ല, ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. പുളിമരം വീട്ടിലുണ്ടാകും. ഇത് നട്ടുവളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും കന്നിമൂലയിൽ പുളിമരം വരാൻ പാടില്ല. ഇത് കുടുംബാംഗങ്ങൾക്ക് ദോഷം വരുത്തും. ഇതുപോലെ വീടിനോട് ചേർന്ന് ഇത് വളർത്തുകയുമരുത്. ഇത് ദോഷകരമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. തുളസി ഇതുപോലെ ഒരു സസ്യമാണ്. വീടുകളിൽ വളർത്തുന്ന ഒന്നാണിത്. വടക്ക് കിഴക്കോ ആയി തുളസി വളർത്തുന്നത് നല്ലതാണ്. തുളസി നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം. തൊഴിലിൽ ഉയർച്ച നേടാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടാനും ഇത് സഹായിക്കും. ഇതുപോലെ ഭാഗ്യം വർദ്ധിക്കാനും ഭാഗ്യം തുണയ്ക്കാനും ഇത് ഏറെ നല്ലതാണ്. സാമ്പത്തികമായ ഉന്നതി വന്നു ചേരും. സന്തോഷവും ഐശ്വര്യവും കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കും.